മലയാളിക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതിലും വലിയ മണ്ടത്തരമില്ല. കാരണം 5-10 ദിവസം മലയാളി ഡയറ്റ് നോക്കും. ഒരുപാട്, അതായത് 98% ഞാൻ പറയാം. പല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള മലയാളികളായാൽ പോലും ഡയറ്റ് എന്ന് പറയുന്നത് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെ വരും, ക്രേവിങ് വരും. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെമ്പ് ചോറ് തിന്നാനും അതിനകത്ത് ഇങ്ങനെ സാമ്പാറും ഇതൊക്കെ കുഴച്ചടിച്ച് 2 ലഡുവൊക്കെ തിന്നാനുള്ള പൂതി വരും. അത്രത്തോളം നമ്മൾ ഷുഗറിനോട് അഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് അഡിക്റ്റഡ് ആണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഒരുപാട് ആളുകൾ, നിങ്ങളിപ്പോൾ നാട്ടിൽ പോയിട്ട് നിങ്ങളുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരു 70% ആളുകൾക്കും ഫാറ്റി ലിവർ എന്ന് തന്നെ പ്രശ്നം ഉണ്ടാവും. ഞാൻ ഈ പ്രവാസികളോടാണ് കൂടുതലായിട്ട് പറയുന്നത്. കാരണം നമ്മുടെ ഡയറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്കും ഉപകാരപ്പെടും, ഇനി വരാൻ പോകുന്ന ആളുകൾക്കും പ്രീ ഡയബറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഈ മെറ്റബോളിക് സിംറ്റംസ് എന്ന് പറയില്ല നമ്മൾ, ഇപ്പോൾ കൊളസ്ട്രോള്, ഡയബറ്റിസ്, ഈ യൂറിക് ആസിഡ്, ഇതൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ക്രോണിക് മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം കൂടി ലിവർ ജീവിച്ചിരിക്കും. അല്ലെങ്കിൽ ഫാറ്റി ലിവർ വന്ന് കുറച്ച് കഴിയുമ്പോൾ ലിവർ നശിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്പർ 5 എന്ന് പറയുന്നത്, കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഈ ലീഫി വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, അതായത് ഇപ്പോൾ തവിടോട് കൂടിയിട്ടുള്ള അരി, തരത്തിലുള്ള ചെറിയ ധാന്യങ്ങളുണ്ടല്ലോ, മില്ലറ്റ്സ് ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ സാധാ ഈ പോളിസ്റ്റർ റൈസ് പരമാവധി ഒഴിവാക്കുക, ഷുഗർ പരമാവധി ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് എങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ പല രോഗങ്ങളും അതായത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, അതായത് എസ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ ഡിസീസ്. മൂന്നാമത്തത്, എല്ലാ കുടിയന്മാരും കള്ളുകുടി നിർത്തുക. കള്ള് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവർ അടിച്ചു പോകുന്നുള്ളത് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ കള്ളുകുടി നിർത്തിക്കോളി. കള്ളുകുടി പോലെ തന്നെ ഒഴിവാക്കേണ്ട ശീലങ്ങളാണ് ജങ്ക് ഫുഡ്സും അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സും. അടുത്തത് പറയുന്നത്, സമയത്ത് കിടന്നുറങ്ങുക. 6 to 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എണീക്കുക. നമ്മുടെ ഉറക്കം ശരിയായി തന്നെ നമ്മുടെ ഈ ക്രേവിങ്, നമ്മളെ ഈ ചില ആഹാരങ്ങളോട് അല്ലെങ്കിൽ പിന്നെ കൂടുതൽ അരിഭക്ഷണങ്ങളോട്, സ്വീറ്റ്സിനോടൊക്കെ ഒരു ക്രേവിങ് വരുന്നില്ലേ? നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ റെഡി ആയിട്ടില്ലെങ്കിൽ ക്രേവിങ് അഥവാ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നുന്ന ആ ഒരു ത്വരയുണ്ടല്ലോ, അത് കൂടും. അപ്പോൾ കറക്റ്റായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് അടുത്തൊരു മെത്തേഡ്. പിന്നെ സപ്ലിമെന്റ്സ് ആയിട്ട് എന്തെങ്കിലും എടുക്കണമെങ്കിൽ, അതായത് ഫാറ്റി ലിവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾ ഡയറ്റൊക്കെ കൺട്രോൾഡ് ആണ്, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ വളരെ ഹെൽപ്ഫുൾ ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ ലിവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു സപ്ലിമെന്റ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അതുപോലെ ഈ മിൽക്ക് തിസിൽ എന്ന് പറഞ്ഞ സപ്ലിമെന്റ് ഉണ്ട്, ചെറിയ പൈസയേ വരുള്ളൂ, നല്ല ബ്രാൻഡുകളായാൽ പോലും. വൈറ്റമിൻ ഇ, മിൽക്ക് തിസിൽ. പിന്നെ ടർമറിക് ഉണ്ട്, അത് ടർമറിക്കും നല്ല കുറച്ച് എക്സ്പെൻസീവ് ആണ് ടർമറിക് സപ്ലിമെന്റ്സ്. അതും നമ്മുടെ ലിവർ പ്രൊട്ടക്ടറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ പരമാവധി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫ്രൂട്ട്സിൽ ഹൈ ഫ്രൂട്ട് ആയിട്ടുള്ള, നമ്മളിപ്പോൾ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് ഫ്രൂട്ട് കഴിക്കാൻ തുടങ്ങും. ഫ്രൂട്ട് കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കഴിക്കാൻ തന്നെ വാട്ടർമെലൺ, പിന്നെ മാങ്ങ, അതുപോലെ കൂടുതൽ മധുരമുള്ള അങ്ങനെയുള്ള മധുരം കൂടുതലുള്ള ഫ്രൂട്ടുകൾ കുറയ്ക്കുക. ഞാനീ പറഞ്ഞ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫാറ്റി ലിവർ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച്.